യുഎയിലെ അജ്മാനിൽ മാനസിക നില തെറ്റി അലഞ്ഞിരുന്ന മലയാളി യുവതിയെ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന് കൈമാറി. സാമൂഹ്യ പ്രവർത്തകൻ കോൺസുലേറ്റിന്റെ അഭയകേന്ദ്രത്തിൽ യുവതിയെ എത്തിക്കുകയായിരുന്നു. ഇവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺസുലേറ്റ്. എല്ലാ സഹായങ്ങളും ദുബായിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. കുട്ടിയുടെ നില കുറച്ച് പ്രശ്നമാണ്. ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് ആണ് കോൺസുലേറ്റിൽ നിന്ന് അറിയിച്ചത്. ട്രീറ്റ്മെൻറ്റിന് ശേഷം നാട്ടിലേക്ക് വിടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് കോൺസുലേറ്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാസ്പോർട്ട് ഡാമേജായ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഔട്ട് പാസ് വേണ്ടി വരും. അതുപോലെ വിസ ഓവർ സ്റ്റേ ആയത് കാരണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കോൺസുലേറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, എന്താണ് അവരുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ? എങ്ങനെയാണ് ജാസിമിനും കോൺസുലേറ്റിനും ഒക്കെ അവരെ സഹായിക്കാൻ സാധിച്ചിരിക്കുന്നത്? ധന്യ, ശനിയാഴ്ച പകലാണ് ഈ കുട്ടിയെ മാനസിക നില തകരാറിലായ നിലയിൽ അജ്മാനിൽ കണ്ടെത്തുന്നത്. ഒരു ദിവസം അജ്മാൻ പോലീസിൽ ഈ കുട്ടിയുടെ സുരക്ഷ ഏൽപ്പിക്കുകയും പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടിയെ ഇരുത്തുകയും ചെയ്തു. അവിടെ നിന്നും ഈ കുട്ടി രക്ഷപ്പെടാനൊരു ശ്രമം നടത്തി. പിന്നീട് കോൺസുലേറ്റിന്റെ സഹായം നേടി. ഇപ്പോൾ ദുബായ് കോൺസുലേറ്റിന്റെ അഭയകേന്ദ്രത്തിലാണ് ഈ കുട്ടി ഉള്ളത്. പക്ഷെ അവരുമായിട്ട് ഈ കുട്ടി സഹകരിക്കുന്നില്ല എന്നാണ് കോൺസുലേറ്റ് അധികൃതർ പറയുന്നത്. കാരണം മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അടിയന്തരമായി അവർക്ക് ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് നൽകാനുള്ള നടപടി ആണ് പുരോഗമിക്കുന്നത്. അതിനുശേഷം കാര്യങ്ങൾ നോർമൽ ആയതിനു ശേഷം ഈ കുട്ടിയെ നാട്ടിലേക്ക് അയക്കണം. ഇത്തരമൊരു പ്രശ്നമുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് അയക്കാൻ കഴിയില്ല. അതുകൊണ്ട് രക്തബന്ധുക്കൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് വരേണ്ടതുണ്ട്. ജോലി ചെയ്തു വരികയായിരുന്നോ? അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. സന്ദർശക വിസയിലാണ് ഈ കുട്ടിയുള്ളത്. നേരത്തെ ഈ ഓഗസ്റ്റ് 20 ശേഷം അലൈനിൽ സമാനമായ രീതിയിൽ ഒരു അവസ്ഥയിൽ ഈ കുട്ടിയെ കണ്ടെത്തുകയും സാമൂഹ്യ പ്രവർത്തകയായ ഡോക്ടർ താഹിറ ഇവരെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അവിടെ 2 ദിവസത്തിന് ശേഷം ഇവരുടെ കാര്യങ്ങൾ നോർമലായി അവർ പുറത്തേക്ക് പോയതാണ്. പിന്നീട് എങ്ങനെയാണ് ഇവർ അജ്മാനിലെത്തിയതെന്നോ എന്ത് ജോലിയാണ് ചെയ്തിരുന്നതോ എന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. ഇവർ പറയുന്ന കാര്യങ്ങൾ പലതും പരസ്പര വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ജോലിയാണ് ഇവർ ചെയ്തിരുന്നതെന്നറിയില്ല. സന്ദർശക വിസയിലായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. അതേപോലെ ഇവർ നാട്ടിലെവിടെയാണ്, ആരൊക്കെയാണ് മാതാപിതാക്കൾ, മറ്റ് സഹോദരങ്ങൾ എന്നുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. അത് അവിടെ നിന്ന് ബന്ധുക്കളുടെ സഹായം കൂടി ലഭിച്ചാൽ മാത്രമേ ഇനി അടുത്ത ഘട്ടത്തിൽ കോൺസുലേറ്റിന് ഇവരെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയൂ. തന്നെയാണ്. ശരി ഷിനോജ്.